പോൾ മാസ്റ്ററിൽ ഒരു ലീഡർ എങ്ങനെയാണ് നമ്മുടെ വോട്ടേഴ്സിന്റെ പ്രിഫറൻസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ പോൾ മാസ്റ്റർ app.polmaster.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഈ മുകളിലുള്ള 3 ഡോട്ട് പ്രസ് ചെയ്ത് പ്രിഫറൻസ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. പ്രിഫറൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വോട്ടേഴ്സിനെയും ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ഒരു പേജിൽ 10 വോട്ടറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. 25 വോട്ടർ കാണണമെങ്കിൽ 25 വോട്ടർ ആക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ബൂത്ത് 1-ലെ 25 വോട്ടേഴ്സിനെയാണ് ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അപ്ലൈ കൊടുത്തു. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ 25 വോട്ടേഴ്സ് നിങ്ങൾക്ക് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. 25 വോട്ടേഴ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇതിൽ ഞാൻ ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ഈ വോട്ടേഴ്സിൻ്റെ ഒരു പ്രിഫറൻസ് മാർക്ക് ചെയ്യാണ്. ആ പ്രിഫറൻസ് മാർക്ക് ചെയ്യുന്നതിന് ഞാൻ ഫസ്റ്റ് ഉദാഹരണത്തിന് ഞാനൊരു സാമ്പിളായിട്ട് ഒരു LDF എന്നുള്ളത് കൊടുക്കുകയാണ്. എനിക്ക് ജസ്റ്റ് വോട്ടർ ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു വോട്ട് ഇത്രയും വോട്ട് LDF എന്നുള്ളതിൽ അപ്ലൈ സെലക്റ്റഡ് കൊടുത്തു. അത് അപ്ലൈ ചെയ്യുക. ആ വോട്ടേഴ്സിന് കറക്റ്റായിട്ട് ഇവിടെ LDF സപ്പോർട്ട് എന്നുള്ളത് മാർക്കായി. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് UDF എന്നുള്ളത് മാർക്ക് ചെയ്യാണ്. ഈ UDF LDF എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് വേണേലും കൊടുക്കാം. ഉദാഹരണത്തിന് ABCD അങ്ങനെ ആ രീതിയിലോ അതല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ ആ ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും ആഡ് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് അപ്ലൈ സെലക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വോട്ടേഴ്സിന് ആ ഒരു പ്രിഫറൻസിലേക്ക് മാറും. നമ്മൾ മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് വന്ന് അപ്ലൈ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായി. ഇപ്പോൾ നമ്മൾ ഇത്രയും വോട്ടേഴ്സിന് പ്രിഫറൻസ് സെറ്റ് ചെയ്തു. ഇനി ഈ പ്രിഫറൻസ് എങ്ങനെയാണ് ആർക്കാണ് എങ്ങനെയാണ് കാണാൻ പറ്റുക എന്നുള്ളത് കാണിച്ചു തരാം. ലീഡർ ആഡ് ചെയ്ത പ്രിഫറൻസുകൾ സ്ഥാനാർത്ഥി എങ്ങനെയാണ് നോക്കുക, അതിൽ റിപ്പോർട്ട് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ app.polmaster.in സ്ഥാനാർത്ഥിയുടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനാണ് നമുക്ക് വരിക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനിലേക്കാണ് നിങ്ങൾ വരിക. ഈ ഒരു സ്ക്രീനിൽ മുകളിൽ 3 ഡോട്ട് പ്രസ് ചെയ്തിട്ട് ട്രെൻഡ് ആൻഡ് പ്രിഫറൻസ് എന്നുള്ള റിപ്പോർട്ട് എടുക്കാൻ പറ്റും. ഈ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ടോട്ടൽ എത്ര വോട്ടാണ് LDFൽ നമ്മൾ മാർക്ക് ചെയ്തത്, അത് ആരൊക്കെയാണ്. അതുപോലെ തന്നെ UDFൽ ടോട്ടൽ എത്ര വോട്ടാണ്, NDAൽ എത്ര വോട്ടാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ടോട്ടൽ നമ്മൾ മാർക്ക് ചെയ്ത വോട്ടും അത് എത്ര പെർസെൻറ്റേജ് ഓഫ് വോട്ടാണ് എന്നുള്ളത് കാണാൻ പറ്റും. ഈ റിപ്പോർട്ട് ട്രെൻഡ് ആൻഡ് പ്രിഫറൻസ് റിപ്പോർട്ട് എന്നുള്ള റിപ്പോർട്ട് എടുത്താൽ മതി.